ഡോക്ടർ എസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് AC സർവീസ് ചെയ്യുന്ന മേജർ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ഡസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവാപ്പറേറ്റർ കൂളിംഗ് കോയിലിൽ അധികം ഡസ്റ്റ് ഒന്നും കാണുന്നൊന്നുമില്ല, കുറച്ച് ഡസ്റ്റൊക്കെ കാണുന്നുള്ളൂ. പക്ഷേ കവറ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ബ്ലോവർ, പിന്നെ AC ഓഫാക്കി അതിലൊക്കെ കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ഡസ്റ്റ് എന്നാലും ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്. അപ്പം ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന മേജർ സർവീസ് ചെയ്യുന്നതിനാണ്. മേജർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് AC റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് താഴെ ഇറക്കി വെച്ചിട്ട് വാട്ടർ പമ്പ് കൊണ്ട് സർവീസ് ചെയ്യുന്ന രീതി. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് മൊത്തം ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് ഫുള്ള് നമുക്ക് ബാഗ് കിട്ടും. ആ ബാഗ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പമ്പിട്ട് അടിച്ച് കഴിയാൻ പറ്റും. പക്ഷേ ഇത് ക്ലയൻറ്റിന് മൊത്തം സർവീസാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ പമ്പ് ഡൗൺ ചെയ്യുന്നതും AC അടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അത് കാണിക്കുന്നില്ല, അഴിച്ചിറക്കിയിട്ട് ബാക്കി വീഡിയോ കാണാവേ. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതായത് ഇതിൻ്റെ ഫ്ലെയറിങ് ഇതിനകത്ത് വെച്ച് തന്നെ ഫ്ലെയർ ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നോർമലായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഇൻഡോറിലെ പൈപ്പ് ഇങ്ങോട്ട് വരുന്നത്, ലെഫ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഹോൾ അടിച്ചിട്ട് നേരെ പുറത്തോട്ട് കൊടുക്കുന്ന പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ പല ടെക്നീഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. പക്ഷേ നമ്മൾ പുറത്തോട്ട് അങ്ങനെ ഇപ്പോൾ ഡ്രെയിനേജ് വരുന്നതല്ലേ, അതേപോലെ നേരെ പുറത്തോട്ട് നമ്മൾ കൊടുത്ത് നമ്മുടെ ഈ AC വരുന്ന ഇൻഡോർ യൂണിറ്റ് വരുന്ന പൈപ്പ് ഇങ്ങനെ വളച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതേ കൂട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മേജർ സർവീസിന് AC അഴിച്ചിറക്കേണ്ട സമയത്ത് ഈ ചുമ്മാ തട്ടിക്കൂട്ടി വല്ല ബ്രഷ് കൊണ്ട് സർവീസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മേജർ സർവീസ് എന്ന് പറഞ്ഞ് പല ചാനലുകാരും ചുമ്മാ ബ്രഷ് ഇട്ടാണ്ട് ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വെറും തട്ടിക്കൂട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഉടായിപ്പ് രീതിയിൽ വർക്ക് ചെയ്തു പോകുന്നേ അതിനകത്തൊക്കെ പറയാനായിട്ടുള്ളൂ. അപ്പം പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലെയറിങ് ഇതിനകത്താണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ കോപ്പർ പൈപ്പ്, ഔട്ട്ഡോറിൽ നിന്നുള്ള കോപ്പർ പൈപ്പ് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് ഇങ്ങനെ കയറി AC-യുടെ ഇൻഡോർ യൂണിറ്റിനുള്ള കോപ്പർ പൈപ്പ് റൈറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ ഫ്ലെയറിംഗ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പൈപ്പ് ഒരു കാരണവശാലും അനങ്ങുന്നതേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയറിംഗ് ഊരാം, നമുക്ക് വെളിയിലിറക്കാം. മറ്റേത് നേരെ പുറത്തോട്ട് പോകുമ്പം ആ ഫ്ലെയറിംഗ് ഊരിനോട്ടത്തിൽ പൈപ്പ് നമ്മൾ നിവർത്തുകയും വേണം, എന്നാലേ ഇത് വലിച്ചൂരെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു 2-3 കൊല്ലം അടുപ്പിച്ച് നമ്മൾ 2-3 തവണ അഴിച്ചിറക്കുമ്പോഴത്തേക്ക് കോപ്പറാണ് ഇത് റെഫ്രിജറന്റ് പോയി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഹാർഡാകും. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി നഷ്ടമാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പൊട്ടലുണ്ടാകാം, ആ പൊട്ടലിൽ കൂടെ ലീക്ക് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കാരണമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ വീട്ടിലും AC ഇൻസ്റ്റാൾ ചെയ്യാൻ ടെക്നീഷ്യൻ വരുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇച്ചിരി കൂടുതൽ പൈസയൊക്കെ പേ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്നും AC ഉപയോഗമായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഒന്നും കൂടെ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓരോ പാർട്സും നമുക്ക് അയച്ചെടുക്കാം. ഈ കൂളിംഗ് കോയിൽ ഉണ്ടോ, ഈ കൂളിംഗ് കോയിൽ സെപ്പറേറ്റ് അഴിക്കാം. അതേപോലെ ബ്ലോവർ, ഇതിനകത്ത് ഫാൻ, ഇതിനകത്ത് കാണുന്ന ആ ബ്ലോവർ, അതൊക്കെ സെപ്പറേറ്റ് അയച്ചെടുക്കാം. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ തന്നെ അയച്ചാൽ മതി. പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ PC ബോർഡിനകത്ത്, അതായത് ഈ PC ബോർഡ് ഇലക്ട്രിക്കൽ പാർട്ട് വരുന്ന ഈ ഭാഗം നമ്മളൊന്ന് കവർ ചെയ്തേക്കണം. ഇതിനകത്തോട്ട് വെള്ളം കയറുന്നത് പല വീഡിയോക്കകത്തും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കഴുകുന്നത്. പക്ഷെ അതൊന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ പറയും ആൾക്കാർ ബ്ലോവർ അടിച്ച് ബ്ലോവർ ഡ്രൈ ചെയ്യാം, വെയിലത്ത് വെക്കാം, വെള്ളം പൊയ്ക്കോളും, വെള്ളം പോയതിന് ശേഷം ഓണാക്കിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ അവിടെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ PC ബോർഡും ഈ ബ്ലോവർ മോട്ടർ, ഫാൻ മോട്ടർ, ഇതൊക്കെ കത്തിപ്പോകുന്നതിനൊക്കെ കാരണമാകും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വർക്ക് മാക്സിമം സേഫായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവിടെ കൂടുതൽ ഡസ്റ്റ് പിടിച്ചിരിക്കുമ്പം ആ ഡസ്റ്റ് വേഗം പോകാൻ വേണ്ടി ഇതിനകത്ത് കെമിക്കൽ യൂസ് ചെയ്യും. അപ്പോൾ കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുമ്പം പതഞ്ഞ് പുറത്തോട്ട് വരും, അഴുക്കല്ല. അപ്പോൾ നമ്മുടെ പമ്പിട്ടടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കച്ചറ കാര്യങ്ങളൊക്കെ പോകും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മൾ റൂമിനകത്ത് ഫിറ്റ് ചെയ്യുന്ന യൂണിറ്റാണ്. ഔട്ട്ഡോർ വേണേൽ പിന്നെയും നിങ്ങൾ ചെയ്തു, പക്ഷേ ഇത് നമ്മൾ റൂമിനകത്ത് വെക്കുന്ന യൂണിറ്റ് ആയതുകൊണ്ട് കൊച്ചു കുട്ടികളൊക്കെ ആ റൂമിലുണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ജനിച്ചു വന്ന പിള്ളേരൊക്കെ. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇതിൽ നിന്ന് ആ കെമിക്കൽ നമ്മൾ എത്ര വാഷ് ചെയ്തെന്ന് പറഞ്ഞാലും ആ കെമിക്കലിൻ്റെ സ്മെല്ലാണെങ്കിലും അതിൻ്റെ കണ്ടന്റ് ആണെങ്കിലും അതിനകത്ത് തന്നെ ഉണ്ടാവും. അതങ്ങും പൂർണ്ണമായിട്ട് പുറത്ത് പോകത്തില്ല. അപ്പം ഇത് തന്നെയല്ലേ, ഈ എയറല്ലേ ഇതിനകത്തൂടെ വന്ന് വീണ്ടും അടിച്ച് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് ആ കുട്ടികളൊക്കെ ശ്വസിക്കുന്നതല്ലേ. അപ്പം നമ്മൾ കാരണം ആരുടെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനും കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ കവറെല്ലാം സെറ്റാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് കാറ്റൊക്കെ അടിച്ച് പറന്നുപോയി. അപ്പം നമ്മുടെ വാഷിങ് തുടങ്ങുവാണ്. ഓക്കെ, ബൈ.
കണ്ടോ, ഇത് ഈ പിങ്സ് ഒക്കെ ശ്രദ്ധിക്കണം. ഇത് ബെൻഡ് ആകാത്ത രീതിയിൽ വേണം അടിക്കാനായിട്ട്. ഇപ്പൊ പമ്പ് ഇപ്പോൾ ഓൺ ആക്കിയതേ ഉള്ളൂ. പ്രഷർ പിടിച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ടൊരു പാടുണ്ട്. ശരി, അടങ്ങും. അതാ പറഞ്ഞത്, കെമിക്കൽ. അതിനുവേണ്ടിയാണ് പലരും കെമിക്കൽ ഇടുന്നത്. കുറച്ച് ടൈം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാക്സിമം കെമിക്കൽ യൂസ് ചെയ്യാതെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ നമുക്ക് ഈ കൂളിംഗ് കോയിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, ഈ കൂളിംഗ് കോയിൽ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് അയച്ചെടുത്തിട്ട് നമുക്ക് അതിന്റെ ബാക്ക് സൈഡ് ഒക്കെ കറക്റ്റായിട്ട് അടിക്കാം. പക്ഷെ ഇവിടെ അത്ര വലിയ കച്ചറ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അയച്ചെടുക്കാനത്. ഈ ഇവിടെയും കുറച്ച് സ്ക്രൂ, താഴെ ഇവിടെ 2 സ്ക്രൂ, ഇവിടെ 2 സ്ക്രൂ. ആ 2 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൽ വിടാൻ പറ്റും. പിങ്സ് ഇങ്ങനെ ബെൻഡ് ആകാതെ മാക്സിമം നോക്കണം. भाई ब्लोवर के अंदर थोड़ा मारो, वो ब्लोवर के अंदर है ना, ऊपर से। हाँ, दूसरा मोड में डालो। हाँ हाँ, बस चलेगा। हाँ चलेगा। അതിനകത്തു നിന്നാണ് ഈ അഴുക്കുകളൊക്കെ ഇറങ്ങി പോകുന്നത്. കണ്ടില്ലേ, കണ്ടോ, കട്ട പിടിച്ച് അഴുക്ക് പോകുന്നുണ്ടോ? അതായത് ഇത്രയും അപ്പൊ ഈ ഫാനിന്റെ ബ്ലോവർ സ്ലീപ്പിനകത്തുണ്ടായിരുന്നു. കണ്ടോ, ഇളകുന്നുണ്ടോ? കണ്ടോ, ഈ പോകുന്ന അഴുക്കെല്ലാം അതാണ്. ഇതെല്ലാം അതിനകത്ത് വരുന്ന അഴുക്കുകളാണ്. കണ്ടോ, നോക്കണ്ടോ, കട്ട പോലെ പോകുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ബ്രഷ് ഇട്ട് സർവീസ് ചെയ്തെന്ന് വെച്ചു. പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മേജർ സർവീസ് എന്ന് പറഞ്ഞിട്ട് ബ്രഷ് നോർമലായിട്ടൊക്കെ നമുക്ക് സർവീസ് ചെയ്യാം. പക്ഷെ അല്ലാതെ സർവീസിന്റെ ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാ ബ്രഷ് മാത്രം ഇട്ട് സർവീസ് ചെയ്താൽ കിട്ടത്തില്ല. അത് എത്രയ്ക്കായാലും കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ടെക്നീഷ്യന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വേണേൽ 10 പൈസ കൂടുതൽ വാങ്ങിക്കോ, പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മാക്സിമം നല്ലതായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം എഫോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം തന്നെ എഫോർട്ട് ഇട്ടിട്ട് നമ്മൾ വർക്കിന് ക്വാളിറ്റി കൊടുക്കും. അത് കണ്ടോ, ബാക്കിലൊക്കെ കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരുപാട് പ്രഷർ നമ്മൾ അടിച്ചു കയറ്റാനും പാടില്ല. കാരണം ഒരുപാട് പ്രഷർ അടിച്ചു കയറ്റിയാൽ ഈ പിങ്സ് ബെൻഡായി പോകും. പിന്നെ അത് കൂളിങ്ങിന് കാര്യങ്ങൾക്ക് ഒക്കെ അത് ബാധകമാകും. അപ്പൊ ഇതാണ് മേജർ സർവീസ്. बाइक साइड थोड़ा मारो भाई। മോട്ടർ का जगह नहीं है, मत मारो. അത് ഈ സൈഡിൽ നമുക്ക് അടിക്കാൻ പറ്റില്ല, കാരണം അതിന്റെ ബാക്കിൽ മോട്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടൊക്കെ നല്ലൊരു ഇधर पूरा क्लीन हो जाने पड़ेगा. हाँ सही है. वो ड्रेन है, मैं बताया ना, वो भी ट्रे है, एक ड्रेनेज का ट्रे है. वो उधर कचरा है तो अभी दीवार से पानी गिरेगा, दीवार से पानी गिरने वाला उधर से आ सकता है. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദി വന്നു ഇവരോട് സംസാരിച്ചുകൊണ്ട്, സോറി ഗൈസ്. ഓക്കെ, അപ്പൊ ഇത് ഡ്രെയിനേജ് ആണ്. അപ്പൊ ആ ഡ്രെയിനേജ് അത് നമ്മൾ നല്ല രീതിയിൽ അടിച്ച് ക്ലീൻ ആക്കണം. ബാക്ക് സൈഡ് കൊണ്ടൊരു ഡ്രെയിനേജ്, അത് പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ പൈപ്പ് കണ്ടോ, മെറ്റലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം ബെൻഡായി കാണിച്ചു തരാം. അത് ഈ ഡ്രെയിനേജ് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ സാധാരണ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഈ പൈപ്പ് ഇതേപോലെ നേരെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ, അതായത് ഞാൻ ഈ കോപ്പർ പൈപ്പാണെന്ന് വിചാരിച്ചു പോയത്, ഇങ്ങനെയൊക്കെ ബെൻഡ് അടിച്ച് നോക്കി. പിന്നെ ഇതൊക്കെ നിവർത്തിയാൽ മാത്രം നമ്മൾ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു 3-4 തവണ നമ്മൾ ഇതിങ്ങനെ നിവർത്തി ഊരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കോപ്പർ പൈപ്പ് ഡാമേജ് ആയിപ്പോകും. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്നൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭിത്തിക്കകത്ത് വെച്ച് തന്നെ ഫ്ലേവർ എടുക്കുക. നമ്മൾ തണലത്ത് വെച്ച് സർവീസ് ചെയ്തതിനു ശേഷം ഒന്ന് വെയിലത്തും കൂടെ വെക്കുവാണ്. അതിനുശേഷം വേണം നമുക്കൊന്ന് എയർ ഡ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ വെക്കേണ്ട കാര്യമാണല്ലോ, PC ബോർഡ് വരുന്ന ഭാഗം മുകളിൽ തന്നെ വെക്കുക, അല്ലാത്ത ഭാഗം താഴെ വെക്കുക. അപ്പൊ കംപ്ലീറ്റ് അതിനകത്ത് ഇനി എന്തെങ്കിലും വെള്ളം, പ്ലാസ്റ്റിക് കൂടെ എടുത്ത് കളഞ്ഞേരെ, ഇനി എന്തെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും, ഒരു കുഴപ്പമില്ല.
എന്തായാലും ക്ലീൻ ആകേണ്ട ഭാഗങ്ങൾ ക്ലീൻ ആയിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണിത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററും കവറും എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ, നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അത് വീണ്ടും നല്ല നീറ്റായിട്ട് തന്നെ വാഷ് ചെയ്തായിരുന്നേ. കണ്ടില്ലേ, എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. തിരിച്ച് യൂണിറ്റ് വെച്ചിട്ട് വീണ്ടും നമ്മുടെ ഫ്ലെയർ നട്ട് യൂണിയനിലോട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് ഫ്ലെയറിങ് ടൈറ്റ് ചെയ്തിട്ട് റാപ്പ് ചെയ്യണം. നല്ല രീതിയിൽ ഇൻസുലേഷൻ അടിച്ച് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്തിട്ട് വയർ കണക്ഷൻ കൊടുക്കണം. അപ്പോഴത്തേക്ക് ഒരു ടീം ഔട്ട്ഡോർ ചെയ്യുവാണ്. അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻഡോർ കാര്യങ്ങളെല്ലാം നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഔട്ട്ഡോറിലെ ഗ്യാസ് എല്ലാം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് അത് ജസ്റ്റ് റൺ ചെയ്തപ്പോൾ തന്നെ AC നല്ല രീതിയിൽ കൂളായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്ഡോർ വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പിന്നീട് റൺ ചെയ്താലും മതിയായിരുന്നു, പിന്നെ ഞാനങ്ങ് നോക്കിയതാണ്. ഔട്ട്ഡോറിൽ അത്യാവശ്യം ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഫിങ്സ് ഒക്കെ ബെൻഡായിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വാഷ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇത് എല്ലാവരും ടൂൾസ് എടുക്കുന്നവർ ടെക്നീഷ്യന്മാരല്ല, പ്രൊഫഷണലിസ്റ്റ് അല്ല എന്നതിൻ്റെ തെളിവാണിത്. ഔട്ട്ഡോർ വരെ വച്ചേക്കുന്ന രീതി തന്നെ കാണുമ്പോൾ കണ്ടോ, ചെയ്യേണ്ട രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. അത് ചിന്തിക്കത്തില്ല, എങ്ങനെ പണി എടുത്തിട്ട് പോവുക എന്നുള്ള ലക്ഷ്യമാണ് പലരും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ചാർജ് ലൈൻ ആണെങ്കിൽ അവിടെ 3/8-ൻ്റെയാണ് ഫ്ലെയറിങ് വന്നേക്കുന്നത്. പക്ഷെ അവർ ഇട്ടേക്കുന്ന കോട്ടൻ്റെ പൈപ്പാണ്. അത് നമ്മൾ ബ്രേസ് ചെയ്തിട്ട് വെച്ചേക്കുവാണ്. ഇത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, എന്നാൽ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് വാഷ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്ഡോർ വാട്ടർ യൂണിറ്റ് സർവീസ് നമ്മൾ थोड़ा प्रेशर ज़्यादा करे, मुश्किल नहीं. ओके, वाटर सर्विस തുടങ്ങിയിട്ടുണ്ട്. थोड़ा और ज़्यादा करे भाई, प्रेशर मुश्किल नहीं भाई. नहीं उल्टा हाँ ओके. आराम से डालो, इधर दे दो, मैं करेगा. കണ്ടിട്ട് കളർ മാറുന്നുണ്ടോ, ആ ഒരു ഒറിജിനൽ ബ്ലൂ കളറിലേക്ക് തന്നെ വരുന്നുണ്ടോ, ഡസ്റ്റ് ഒക്കെ റിമൂവ് ആവുന്നതാണ്. അപ്പോൾ ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫിങ്സ് കുറേയൊക്കെ പോകുന്നുണ്ട്. ബസ് ചലേക, ഇപ്പോൾ പ്രഷർ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. थोड़ा और सामने देखो. ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം സർവീസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇവിടെ കുളം ഇതൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഒരു 10 എണ്ണത്തോളം ഇവിടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നേ വീഡിയോ കാണിക്കുന്നുള്ളൂ നിങ്ങളുടെ. ഫാൻ ലീഫ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുന്നത്. കാരണം ഫാൻ ലീഫിലൊക്കെ ഡസ്റ്റൊക്കെ ഉണ്ടാവും. पीछे एक और मारो. അപ്പോൾ ഇത് ഏകദേശം നീറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് ചെയ്യാനായിട്ടാ പോകുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് ചെയ്യട്ടെ. അപ്പം എന്താ പറഞ്ഞേ, അപ്പോൾ ഡോക്ടർ എസിയുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ബൈ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാറാണ് എൻ്റെ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും എത്തും. ഇനി എല്ലാ വീക്കിലും 2-3 വീഡിയോകൾ, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരും നിരാശയാകത്തില്ല.
ജോലി ചെയ്യുന്നത് കാണുന്നതും ജോലിയെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. പിന്നെ പല അനുജന്മാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ എയർ കണ്ടീഷൻ ഫീൽഡ് നല്ല കഷ്ടപ്പാടാണോ, നല്ല വെയിലത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ജോലി പഠിക്കണം എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ, ഉറപ്പാ. ബൈ ബൈ.